നമസ്കാരം. എയ്സിൻ്റെ മറ്റൊരു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 30/2021 ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ആദ്യ ക്വസ്റ്റ്യനാണ്, താഴെ പറയുന്നവയിൽ ഏതിൻ്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്? ന്യൂട്രോൺ കാണപ്പെടാത്ത ആളാരാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക, 4 ഓപ്ഷൻസ് ഉണ്ട്: ഡ്യൂട്ടീരിയം, ട്രിഷ്യം, പ്രോട്ടിയം, ഹീലിയം. ഓക്കെ, അപ്പോൾ ഇത് എവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് ഓൾറെഡി ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളെ പറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. ഇതിൽ ഹൈഡ്രജന് പ്രധാനപ്പെട്ട 3 ഐസോട്ടോപ്പുകളാണുള്ളത്. ശ്രദ്ധിക്കുക, അതിൽ ഒന്ന് ഫസ്റ്റ് വൺ പ്രോട്ടിയം, രണ്ടാമനാണ് ഡ്യൂട്ടീരിയം, മൂന്നാമത്തത് ട്രിഷ്യം. അങ്ങനെ 3 ഐസോട്ടോപ്പുകളാണ്. ഇതിൽ 3 ഐസോട്ടോപ്പുകളാണുള്ളത്. അതിൽ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം ആൻഡ് ട്രിഷ്യം. ഇതിൽ ഇവയുടെ മാസ് നമ്പർ നോക്കണേ. മാസ് നമ്പർ പ്രോട്ടിയത്തിൻ്റെത് 1, ഡ്യൂട്ടീരിയം 2, ട്രിഷ്യം 3. മാസ് നമ്പർ കറക്റ്റ് ഓർഡറിലാണ്. 1-മൻ പ്രോട്ടിയം, 2-മൻ ഡ്യൂട്ടീരിയം, 3-മൻ ട്രിഷ്യം. ഓക്കെ, ശ്രദ്ധിക്കുക. എന്നാൽ ന്യൂട്രോണുകളുടെ എണ്ണം, നമ്പർ ഓഫ് ന്യൂട്രോണുകളുടെ എണ്ണമാണ് ചോദ്യമെങ്കിൽ ശ്രദ്ധിക്കുക, പ്രോട്ടിയത്തിൻ്റെത് നമ്മൾ പ്രതീകം എഴുതുമ്പോൾ H1 എന്നാണ് എഴുതുക. അറ്റോമിക് നമ്പർ 1 ആണ്, മാസ് നമ്പർ 1 ആണ്. ഓക്കെ, ഡ്യൂട്ടീരിയത്തിൻ്റെത് H12 എന്നാണ് എഴുതുക. അറ്റോമിക് നമ്പർ 1 ആണ്, മാസ് നമ്പർ 2 ആണ്. ഓക്കെ, ട്രിഷ്യമാണെങ്കിൽ H13 എന്നാണ് കൊടുക്കുക. അറ്റോമിക് നമ്പർ 1, മാസ് നമ്പർ 3. ശ്രദ്ധിക്കുക, മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ചാൽ നമുക്ക് ഓരോന്നിനകത്തെയും ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും. അല്ലെങ്കിൽ മാസ് നമ്പറും അറ്റോമിക് നമ്പറും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാലും മതി, നമുക്ക് ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും. അങ്ങനെ നോക്കുമ്പോൾ 1-1 പ്രോട്ടിയത്തിനകത്ത് ന്യൂട്രോണുകളില്ല. ഇവിടെ ഡ്യൂട്ടീരിയത്തിനകത്ത് 2-1 ഒരു ന്യൂട്രോൺ ഉണ്ട്. ട്രിഷ്യത്തിൽ 3-1 2 ന്യൂട്രോണുകളുണ്ട്. അപ്പോൾ ഇവിടെ 6 ക്വസ്റ്റ്യനായി. 1, മാസ് നമ്പർ 1 ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതെന്ന് ചോദിച്ചാൽ പ്രോട്ടിയം. മാസ് നമ്പർ 2 ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഡ്യൂട്ടീരിയം. മാസ് നമ്പർ 3 ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ട്രിഷ്യമാണ്. എന്നാൽ ന്യൂട്രോൺ കാണപ്പെടാത്ത ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ചോദിച്ചാൽ പ്രോട്ടിയമാണ്. ഒരു ന്യൂട്രോൺ കാണപ്പെടുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് ചോദ്യമെങ്കിൽ ഡ്യൂട്ടീരിയമാണ്. 2 ന്യൂട്രോണുകൾ കാണപ്പെടുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണെങ്കിൽ അത് ട്രിഷ്യമാണ്. ശ്രദ്ധിക്കുക, ഇവിടെ മാസ് നമ്പർ പഠിച്ചു വെക്കുക. മാസ് നമ്പർ പ്രോ എന്ന വാക്കിന്ന് 1-മൻ ഡ്യൂ, 2 ട്രൈ, 3 എന്ന് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാസ് നമ്പർ കറക്റ്റ് ഓർഡറിലാണ് 1, 2, 3. എല്ലാത്തിൻ്റെയും മാസ് നമ്പറിൽ നിന്ന് 1 വീതം കുറക്കുകയാണെങ്കിൽ അതിനകത്തെ ന്യൂട്രോണുകളുടെ എണ്ണം ലഭിക്കും എന്ന് കണക്ട് ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ തെറ്റുണ്ടാവില്ല. 1 - 1 0, 2 - 1 1, 3 - 1 2. സോ മാറിപ്പോകരുത്. ചോദ്യം ചോദിച്ചത് ന്യൂട്രോൺ ഇല്ലാത്തത് ഏതിലാന്നുള്ളതാണ്. ഇതിനകത്ത് ഉത്തരമുണ്ട്, പ്രോട്ടിയമാണ് ന്യൂട്രോൺ കാണപ്പെടാത്തത്. ഓക്കെ, ഡ്യൂട്ടീരിയത്തിൽ 1 ന്യൂട്രോൺ ഇരിക്കുന്നുണ്ട്. ട്രിഷ്യത്തിൽ 2 ന്യൂട്രോണുകൾ കാണപ്പെടുന്നുണ്ട്. ഹീലിയത്തിനകത്തും 2 ന്യൂട്രോൺ ഉണ്ട്. കാരണം ഹീലിയത്തിനകത്തും അറ്റോമിക് നമ്പറും മാസ് നമ്പറും വെച്ച് നോക്കുന്ന സമയത്ത് അതൊരു മൂലകമായിട്ട് പരിഗണിക്കാവുമ്പോൾ സ്വാഭാവികമായിട്ട് ന്യൂട്രോണുകളുടെ എണ്ണം ഉണ്ട്. ഓക്കെ, ഇവിടെ ഉത്തരം ശ്രദ്ധിക്കുക, പ്രോട്ടിയമാണ് ഉത്തരം. 2 ന്യൂട്രോണുകൾ കാണപ്പെടുന്നവൻ ട്രിഷ്യവും, 1 ന്യൂട്രോൺ കാണപ്പെടുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് ഏത്? ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത്. മാസ് നമ്പർ ആണെങ്കിൽ കറക്റ്റ് ഓർഡറിൽ കിട്ടണം 1, 2, 3. ന്യൂട്രോണുകളുടെ എണ്ണമാണെങ്കിൽ 0, 1, 2. ഓക്കെ, ഇവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. പ്രോട്ടിയമാണ് ഉത്തരം. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. ശ്രദ്ധിക്കുക, ഒരാറ്റത്തിനകത്ത് ഷെല്ലിനുള്ളിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കാണാനുള്ള ഇക്വേഷനാണ് 2n². ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് 2n². n എന്ന് പറയുന്നത് ഷെൽ നമ്പറാണ്. ഷെൽ നമ്പർ
N എന്ന് പറയുന്നത് ഷെൽ നമ്പറാണ്. ഷെൽ നമ്പർ. ഓക്കെ, ഷെൽ നമ്പർ അല്ല, യഥാർത്ഥത്തിൽ അത് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പറാണ്. ഷെൽ നമ്പറും പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പറൊക്കെ സെയിം ആണ്. അപ്പോൾ ഷെൽ നമ്പർ എന്ന് കണക്ട് ചെയ്താൽ മതി. K ഒന്നാമത്തെ ഷെല്ലാണ്, L രണ്ടാമത്തെ ഷെല്ല്, M മൂന്നാമത്തെ ഷെല്ല്, N നാലാമത്തെ ഷെല്ല്. ഇക്വേഷൻ പ്രകാരം കെയിലാണെങ്കിൽ 2 × 1 സ്ക്വയർ, L 2 × 2 സ്ക്വയർ, M 2 × 3 സ്ക്വയർ, N 2 × 4 സ്ക്വയർ. അങ്ങനെ ചെയ്യുമ്പോൾ 2 കെയിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ 2, L 8, M 18, N 32. ഉത്തരം കിട്ടി. കെയിലാണ് ചോദ്യം, 2 ആണ് ഉത്തരം. ഇപ്പോൾ ഇക്വേഷൻ പഠിച്ചു വെക്കുക. 2n². എന്നിൻ്റെ സ്ഥാനത്ത് ഷെല്ലിൻ്റെ നമ്പേഴ്സ് കൊടുത്താൽ മതി. KLMN 1 2 3 4. ആ ക്രമത്തിലാണ് അത് മുന്നോട്ട് പോകുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതലബലം കൂടും കുറയും, മാറ്റം സംഭവിക്കുന്നില്ല, ആദ്യം കൂടുകയും പിന്നീട് കുറയുകയും ചെയ്യുന്നു. 4 ഓപ്ഷൻസ് ഉണ്ട്. ഉത്തരം സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതലബലം കുറയുമെന്നാണ്. പ്രതലബലം കുറഞ്ഞതുകൊണ്ടാണ് അല്ലെങ്കിൽ കുറയുന്നത് കൊണ്ടാണ് വസ്ത്രങ്ങളൊക്കെ നമുക്ക് അലക്കാനൊക്കെ കഴിയുന്നത്. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതലബലം എന്ത് ചെയ്യും? കുറയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മെൻഡലിയേഫിൻ്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്തിനെ അടിസ്ഥാനമാക്കി എന്നുള്ളതാണ്. ഒന്ന്, അറ്റോമിക് മാസിൻ്റെ ആവരോഹണക്രമം എന്ന് പറഞ്ഞിട്ടുണ്ട്. അറ്റോമിക് നമ്പറിൻ്റെ ആരോഹണക്രമം എന്ന് പറഞ്ഞിട്ടുണ്ട്. അറ്റോമിക മാസിൻ്റെ ആരോഹണക്രമത്തിൽ, അറ്റോമിക നമ്പറിൻ്റെ അവരോഹണക്രമത്തിൽ. നോക്കണേ, ശ്രദ്ധിക്കുക. മെൻഡലീവ് തൻ്റെ ആവർത്തന പട്ടിക രൂപീകരിക്കുന്നത് അറ്റോമിക മാസിനെ ബേസ് ചെയ്തിട്ടാണ്. അറ്റോമിക മാസിൻ്റെ ആരോഹണക്രമത്തിലാണ് മെൻഡലീവ് മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക. സോ മെൻഡലീവിൻ്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ്. അവിടെ ശ്രദ്ധിക്കുക, അവിടെ ഒരു പോയിന്റ് പഠിച്ചു വെക്കുക. മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിള് ശ്രദ്ധിക്കുക. ആദ്യമായി മൂലകങ്ങളുടെ വർഗീകരണത്തിൽ ഒരു ടേബിൾ രൂപം ആവിഷ്കരിക്കുന്നത് മെൻഡലീവാണ്. ആ ടേബിളിനെ വിളിക്കുന്ന പേരാണ് പീരിയോഡിക് ടേബിൾ. ആവർത്തന പട്ടിക, പീരിയോഡിക് ടേബിൾ. സോ ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം മെൻഡലീവാണ്. മാറിപ്പോകരുത്. ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ്? മെൻഡലീഫ് ആണ്. മാത്രമല്ല ശ്രദ്ധിക്കുക, മെൻഡലീവ് തൻ്റെ ആവർത്തന പട്ടിക രൂപീകരിക്കുന്നത് 1869 അതിൻ്റെ 150-ാം വാർഷികമാണ് 2019 അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചത്. അപ്പോൾ ആവർത്തന പട്ടികയുടെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അത് മെൻഡലീവ് ആണ്. രൂപീകരിച്ച വർഷം 1869. അവിടെ തന്നെ കണക്ട് ചെയ്യുക. പീരിയോഡിക് ലോ, ആവർത്തന നിയമത്തിന്റെ ഉപജ്ഞേതാവുമാര് തന്നെയാണ് മെൻഡലീവാണ്. അപ്പൊ ആവർത്തന പട്ടികയുടെ പിതാവും ആവർത്തന നിയമത്തിന്റെ ഉപജ്ഞേതാവുമാര് തന്നെയാണ് മെൻഡലീവാണ്. രൂപീകരിക്കുന്ന വർഷം 1869. 150 വർഷം തികയുന്നത് 2019. മെൻഡലീവിന്റെ ആവർത്തന പട്ടികയിൽ ഉണ്ടായിരുന്ന മൂലകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 63 മൂലകങ്ങളാണ് ഉണ്ടായിരുന്നത്. 8ഓളം ഗ്രൂപ്പുകളും 7 അല്ലെങ്കിൽ 6 ഇല്ലെങ്കിൽ 6 പിരീഡുകളുമാണ് അദ്ദേഹത്തിൻ്റെ ടേബിളിനകത്ത് ഉണ്ടായിരുന്നത്. സോ മെൻഡലീവിൻ്റെ ആവർത്തന പട്ടിക രൂപീകരിക്കുന്നത് അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമം, അറ്റോമിക് മാസ് കൂടി വരുന്ന ക്രമത്തിലാണെന്നുള്ള കാര്യം കണക്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം ഏത്? ശ്രദ്ധിക്കുക. ഒബിയസ്ലി നമുക്കറിയാവുന്ന ഉത്തരമാണ് ഓക്സിജൻ. ഓക്കെ, സസ്യങ്ങൾ ഫോട്ടോസിന്തോസിസിലൂടെ പുറത്തുവിടുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓക്സിജനാണ്. അപ്പോൾ അവിടെ ഒരു പോയിന്റ് കണക്ട് ചെയ്യുക. ഫോട്ടോസിന്തോസിസുമായി ബന്ധപ്പെട്ട് 2-3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് അവിടെ കാണാം. ഫോട്ടോസിന്തോസിസ് എന്ന് പറയുന്നത് 6CO2 6 കാർബൺ ഡൈ ഓക്സൈഡും 6H2O 6 ജലകണികയും 6 കാർബൺ ഡൈ ഓക്സൈഡും 6 ജലകണികയും ഇലകളിൽ വെച്ചിട്ട്, നോക്കണേ, ഇലകളിൽ വെച്ചിട്ട് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ, സൺലൈറ്റ്, ഹരിതകത്തിൻ്റെ സഹായത്തോടു കൂടി, ഹരിതകം ക്ലോറോഫിൽ സംയോജിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വസ്തുവാണ് C6H12O6. ഇതാണ് ഗ്ലൂക്കോസ് എന്നറിയപ്പെടുന്നത്. ഗ്ലൂക്കോസ് കൂടെ
ഓക്സിജൻ കൂടെ പുറത്തോട്ട് വിടും 6O2. ഓക്കെ, ആ ഓക്സിജനെ നമ്മൾ ശ്വസിക്കും, അവരും ശ്വസിക്കും. ഇവിടെ പോയിന്റ് ഉള്ളത്, ഫോട്ടോസിന്തോസിന് ഉപയോഗിക്കുന്ന, അതിന് പ്രയോജനപ്പെടുത്തുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡാണ്. കാരണം ജലം വാതകമല്ല. അതിൻ്റെ ഫലമായി പുറത്തു പോകുന്ന വാതകം ചോദിക്കുകയാണെങ്കിൽ അത് ഓക്സിജന്. മാറിപ്പോകരുത്. അവിടെ തന്നെ ചോദിക്കാം, ഫോട്ടോസിന്തോസിസിൽ ജലം വിഘടിച്ചുണ്ടാകുന്ന വാതകം പ്രൊഡക്റ്റിലുള്ളത് വാതകം ആയിട്ട് ഓക്സിജൻ മാത്രമേ ഉള്ളൂ, ഗ്ലൂക്കോസ് വാതകമല്ല. അതൊരു കോമ്പൗണ്ടാണ്, മീൻസ് ഒരു സംയുക്തമാണ്. സോ ഫോട്ടോസിന്തോസിസിൽ പ്രയോജനപ്പെടുത്തുന്ന, ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡും അതിന്റെ ഫലമായി പുറത്തു പോകുന്നത് ഓക്സിജനുമാണെന്ന് കണക്ട് ചെയ്യുക. സസ്യങ്ങൾ ശ്വസിക്കുന്നതും ഓക്സിജന്, ജീവജാലങ്ങളെല്ലാം ശ്വസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഓക്സിജന്. സസ്യങ്ങൾ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി മാത്രമാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുന്നത്. സസ്യങ്ങളിൽ അതിന് സഹായിക്കുന്ന, ഫോട്ടോസിന്തോസിന് സഹായിക്കുന്ന വർണ്ണകം ഏതാണെന്ന് വെച്ചാൽ അത് ഹരിതകമാണ്. സൂര്യപ്രകാശ സാന്നിധ്യത്തിൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ കണക്ട് ചെയ്ത് വെക്കുക. രാത്രി കാലങ്ങളിൽ ഫോട്ടോസിന്തോസിസ് നടക്കാറില്ല. അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതാണെന്നൊരു ചോദ്യം വന്നാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. രാത്രിൻ്റെ ആവശ്യം അവർക്കില്ല, അങ്ങനെ കണക്ട് ചെയ്താൽ മതി. രാത്രി കാലങ്ങളിൽ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാലും കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, സോ സസ്യങ്ങൾ പ്രകാശം ശേഷിക്കുന്നത് പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ ആണെന്ന് കണക്ട് ചെയ്യുക, മാറിപ്പോകരുത്. ഓക്കെ, എത്ര ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്തത്, ഇവിടെ ഡിസ്കസ് ചെയ്തത്? ശ്രദ്ധിക്കണേ, ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ ന്യൂക്ലിയസിൽ, അതായത് ന്യൂട്രോൺ ഇല്ലാത്തത് ആരാന്നുള്ളതാണ്. ശ്രദ്ധിക്കണം, പ്രോട്ടിയമാണ്. ഡ്യൂട്ടീരിയത്തിന് 1 ന്യൂട്രോണും ട്രിഷ്യത്തിന് 2 ന്യൂട്രോണുകളും കാണപ്പെടുന്നുണ്ട് ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളിൽ. ദെൻ കേശലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം, കെയിൽ 2 ഇലക്ട്രോണുകളെ പരമാവധി കൊള്ളുകയുള്ളൂ. L ആണെങ്കിൽ 8ഉം M ആണെങ്കിൽ 18ഉം N ആണെങ്കിൽ 32 കൊള്ളും. കാണാനുള്ള ഇക്വേഷനാണ് 2n² എന്ന് പറയുന്നത്. ദെൻ സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതലബലം അത് കുറയുകയാണ് ചെയ്യുന്നത്. മെൻഡലീവ് തൻ്റെ ആവർത്തന പട്ടിക രൂപീകരിച്ചിരിക്കുന്നത് അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണെന്നുള്ള കാര്യം മാറിപ്പോകരുത്, മറക്കരുത്. പീരിയോഡിക് ടേബിളും പീരിയോഡിക് ലോയും മെൻഡലീവിൻ്റെയാണ്. ദെൻ സസ്യങ്ങൾ ഫോട്ടോസിന്തോസിലൂടെ പുറത്തുവിടുന്ന വാതകം അത് ഓക്സിജനാണ്. ഇത്ര ക്വസ്റ്റ്യനാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായി നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാവുന്നതാണ്. താങ്ക് യു.